ഇന്നത്തെ വീഡിയോയിൽ ക്രോഷ്യ സ്ട്രോബെറി എങ്ങനെ ചെയ്യാമെന്നുള്ളത് കാണിക്കണേ. നമുക്ക് കീ ചെയിനായിട്ടും ബുക്ക് മാർക്കായിട്ടും അതുപോലെ കാറിലൊക്കെ ഹാങ് ചെയ്യാനൊക്കെ പറ്റിയ ഒരു അടിപൊളി സ്ട്രോബെറിയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ ആദ്യം കുറച്ച് 1-2 സ്റ്റിച്ച് ആദ്യം മനസ്സിലാക്കേണ്ടതുണ്ട്. അത് ഞാൻ കാണിക്കാം. എന്നിട്ട് അത് കാണിച്ചതിന് ശേഷം ചെയ്ത് തുടങ്ങാം കേട്ടോ. അപ്പോൾ സ്ട്രോബെറി ചെയ്യുന്നതിൽ ഫുള്ളായിട്ട് വരുന്നത് സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ചാണ്. അത് മാത്രമാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് സൈസ് വലുപ്പം കൂട്ടാനും കുറയ്ക്കാനും വരുന്നുണ്ട്. അപ്പം വലുപ്പം കൂട്ടുന്നതിന് ഇൻക്രീസ് എന്ന് പറയും. അതായത് ഒരു സ്റ്റിച്ചിൻ്റെ ഉള്ളിലൂടെ 2 പ്രാവശ്യം സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യാം. ഇതുപോലെ. ഇതിപ്പോൾ ഇൻക്രീസ് ആണ്. അതായത് 2 ചെയിന് മുകളിൽ വന്നു. ഒരു ചെയിനിൽ നിന്ന് 2 ചെയിന് മുകളിൽ വന്നു. ഒന്നും കൂടെ കാണിക്കാം. ഹുക്ക് ഇൻസേർട്ട് ചെയ്തു, ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്തു, വീണ്ടും അതിലൂടെ ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് കൂടെ ചെയ്തു. അപ്പോൾ ഇത് ഇൻക്രീസ് സ്റ്റിച്ചായി. അപ്പോൾ ഇങ്ങനെ ചെയ്യാൻ സ്ട്രോബെറി ചെയ്യുമ്പോൾ ചെയ്യാനുണ്ട്. അപ്പോൾ ആദ്യം മനസ്സിലാക്കുക. ഇനി ഡിക്രീസ് സ്റ്റിച്ച് ഉണ്ട്. അതായത് സ്റ്റിച്ചിൻ്റെ എണ്ണം കുറയ്ക്കുക. അതായത് ഒരു സ്റ്റിച്ചിൻ്റെ ഉള്ളിലൂടെ എടുത്തു, ലൂപ്പ് അത് അങ്ങനെ പിടിച്ചു, വീണ്ടും ഹുക്ക് ഇൻസേർട്ട് ചെയ്തു, അടുത്ത സ്റ്റിച്ചിൻ്റെ ഉള്ളിലൂടെ ഹുക്ക് കൊണ്ടുപോയി ഇൻസേർട്ട് ചെയ്തിട്ട് അതിനെ ലൂപ്പ് വലിച്ചെടുത്തു. അങ്ങനെ 3 ലൂപ്പാകുമ്പോൾ ആ 3 ലൂപ്പിൻ്റെ ഉള്ളിലൂടെയും ഹുക്ക് യാണിനെ കൊണ്ടുവരിക. ഇതാണ് ഡിക്രീസ് സ്റ്റിച്ച്. അപ്പോൾ ഒറ്റ സ്റ്റിച്ചായി മാറും. 2 സ്റ്റിച്ചിൽ നിന്ന് ഒറ്റ സ്റ്റിച്ചിലേക്ക് മാറ്റുകയാണ്. ഇതാണ് ഡിക്രീസ് സ്റ്റിച്ച്. അപ്പോൾ ഇത് രണ്ടും ആദ്യം ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇങ്ങനെ ചെയ്യാനുണ്ട്. ഇനി തുടങ്ങാം. ഞാൻ റെഡ് യാണ് എടുത്തിട്ടുണ്ട്. 3mm സൈസിൻ്റെ ഹുക്കാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം നമുക്ക് സ്ലിപ്പ് നോട്ട് ഇട്ടിട്ട് 6 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യാനുണ്ട്. മാജിക് റിംഗ് ആണ് ഉണ്ടാക്കേണ്ടത്. മാജിക് റിങ്ങിൽ 6 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യാനുണ്ട്. അപ്പം ആദ്യം ഒരു 5 എണ്ണം ചെയ്തിട്ട് അവിടെ വെക്കുക. 1 2 3 4 5. എന്നിട്ട് ഈ ടെയിൽ പിടിച്ചിട്ട് ഒന്ന് വലിക്കുക. എന്നിട്ട് 6-മത്തേത് അത് കഴിഞ്ഞിട്ട് ചെയ്യുക കേട്ടോ. 6-മത്തെ സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്തു. ഇനി ആ ഫസ്റ്റ് ചെയ്ത സ്റ്റിച്ചിലേക്ക് നമുക്ക് ജോയിൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്നതാണ്. അതിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്ത ഫസ്റ്റ് സ്റ്റിച്ചിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് യാണിന് അതിലൂടെ എടുത്തിട്ട്, സാധാരണ നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ചാണ് ചെയ്യുക. അതല്ല, ഇത് സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് തന്നെ ചെയ്തിട്ട് ജോയിൻ ചെയ്യാം. എന്നിട്ട് അവിടെ ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുക. ഇതിപ്പോൾ ഒരു റൗണ്ട് കഴിഞ്ഞു. റോ 1 കഴിഞ്ഞു. ഇനി അടുത്തത് റോ 2 ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇനി ഇൻക്രീസ് സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ജോയിൻ ചെയ്തത് സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് അതൊന്നായിട്ട് കണക്കാക്കും. ഇനി അടുത്തത് ഇൻക്രീസ്, അതായത് ഒരു സ്റ്റിച്ചിൽ 2 പ്രാവശ്യം സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. 1 ചെയ്തു. ഇനി അതേ സ്റ്റിച്ച് തന്നെ വീണ്ടും സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. അടുത്ത സ്റ്റിച്ചിൽ ഒറ്റ സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യാം. മേലെ R2 എന്നുള്ളത് റോ 2-മത്തേത് എന്നുള്ളതാണ് കേട്ടോ. മേലെ കൊടുത്തിട്ടുള്ളത് അതിൽ കൊടുത്തിട്ടുണ്ട് ഇൻക്രീസ്. INC എന്ന് പറയുന്നത് ഇൻക്രീസ് എന്നുള്ളതാണ്. SC എന്നുള്ള സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ചിൻ്റെ ആണ്. അപ്പോൾ അത് നോക്കി മനസ്സിലാക്കുക. അപ്പോൾ ഈ റോ അങ്ങനെ കംപ്ലീറ്റ് ചെയ്യുക. 1 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക, ഒരു സ്റ്റിച്ചിൽ 2 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. അങ്ങനെ ഇടവിട്ട് ചെയ്തിട്ട് ആ റോ കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ 2-മത്തെ റോ കംപ്ലീറ്റ് ആയി. ഇനി ആ മാർക്ക് റിമൂവ് ചെയ്തിട്ട് ആ ഭാഗം സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്തിട്ട് അപ്പം തന്നെ അവിടെ മാർക്ക് ചെയ്യുക. ഇനി റോ 3 ആണ് തുടങ്ങുന്നത്.
ഇനി റോ 3ൽ വരുന്ന പാറ്റേൺ എന്ന് പറയുന്നത് അടുത്തത് ഇൻക്രീസ് ചെയ്യുക. അതായത് അടുത്ത സ്റ്റിച്ചിൽ 2 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. പിന്നെ ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. അടുത്തതിലും ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. അടുത്തതിൽ 2 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ഒരു സ്റ്റിച്ചിൻ്റെ ഉള്ളിലൂടെ ചെയ്യുക. ഇൻക്രീസ് ചെയ്യുക ആദ്യം. പിന്നെ ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് അതിൽ അടുത്ത സ്റ്റിച്ചിൽ, അടുത്ത സ്റ്റിച്ചിലും ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. അടുത്ത സ്റ്റിച്ചിൽ 2 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. ഈ ഒരു പാറ്റേണിലാണ് ഈ റൗണ്ട് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ഇൻക്രീസ് SC ഇൻക്രീസ് SC അത് ഓർക്കുക, പറഞ്ഞ് ചെയ്യണം കേട്ടോ, എന്നാലേ കൃത്യമായിട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ആ റോ കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ ആ റോ കംപ്ലീറ്റ് ആയി. ഇനി മാർക്ക് മാറ്റിയിട്ട് അവിടെ ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. വീണ്ടും അപ്പോൾ തന്നെ അവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി അടുത്ത റോ സ്റ്റാർട്ട് ചെയ്യാണ്. ഈ റോ 4 ആണ്. അതിൽ 3 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച്, പിന്നെ ഇൻക്രീസ്, വീണ്ടും 3 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച്, അങ്ങനെയാണ്. ഇപ്പോൾ അത് നമ്മൾ മാർക്ക് ചെയ്തിട്ട് ചെയ്തതൊന്ന്, പിന്നെ 2 എണ്ണം ഒന്നും കൂടെ ചെയ്യുക. അതായത് ഓരോ സ്റ്റിച്ചിലും 2 സിംഗിൾ ക്രോഷ്യ വെച്ച് ചെയ്തു. അപ്പോൾ 3 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ചായി. ഇനി അടുത്ത സ്റ്റിച്ചിൽ ഇൻക്രീസ് ചെയ്യുക. അതായത് ഒരു സ്റ്റിച്ചിൽ 2 സിംഗിൾ ക്രോഷ്യ വെച്ച് ചെയ്യാം. ഒന്നും കൂടെ ആ സെയിം സ്പേസിൽ, ഈ സ്പേസിൽ തന്നെ ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യാം. ഇനി 3 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ഓരോ സ്റ്റിച്ചിലും ഓരോന്ന് വെച്ചിട്ട് തന്നെ ചെയ്യാം. ഇവിടെ ഒന്ന്, ഇവിടെ ഒന്ന്, ഇവിടെ ഒന്ന്. മുകളിൽ എഴുതി കാണിച്ച അതേ പാറ്റേണിൽ തന്നെ ചെയ്തു പോവാം. ആ റോ ഇനി കംപ്ലീറ്റ് ആയി. ഇനി മാർക്ക് മാറ്റിയിട്ട് അവിടെ ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്തിട്ട് ഇനി റോ 5 തുടങ്ങുകയാണ്. ഇനി റോ 5ൽ വരുന്നത് 4 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച്, ഓരോ സ്റ്റിച്ചിലും 4 എണ്ണം വെച്ച് ചെയ്യുക. 5ാമത്തതിൽ ഇൻക്രീസ് ചെയ്യുക. അതായത് ആദ്യം ഒന്ന് ചെയ്തതുണ്ട്, കൂടാതെ 3 എണ്ണം ചെയ്യുക. ഇപ്പോൾ നമ്മൾ മാർക്ക് ചെയ്യുന്നതിന് മുന്നേ ഒന്ന് ചെയ്തില്ലേ, അതൊന്ന്, പിന്നെ ഒരു 3 എണ്ണം കൂടെ ചെയ്യുക. 3 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച്. ഇനി 5ാമത്തതിൽ ഇൻക്രീസ് ചെയ്യുക. ഇനി അടുത്ത 3 സ്റ്റിച്ചിലും സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. 1 2 3 4. അടുത്തതിൽ ഇൻക്രീസ് ചെയ്യുക. അതായത് ഒരു സ്റ്റിച്ചിൽ 2 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ ഈ പാറ്റേണിൽ തന്നെ പോവുക കേട്ടോ. അപ്പോൾ ആ റോ കംപ്ലീറ്റ് ആയി. മാർക്ക് മാറ്റി അവിടെ ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്തു. വീണ്ടും അവിടെ മാർക്ക് ചെയ്തെടുത്തു. ഇനി റോ 6 ആണ് തുടങ്ങുന്നത്. അത് 2 സിംഗിൾ ക്രോഷ്യ, പിന്നെ ഒരു ഇൻക്രീസ്, പിന്നെ 2 സിംഗിൾ ക്രോഷ്യ, അങ്ങനെ. അതായത് ഇനി ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. 1 ചെയ്തു. ഇനി അടുത്തതിൽ ഇൻക്രീസ്, ഒരു സ്റ്റിച്ചിൽ 2 എണ്ണം ചെയ്യാം. ഇങ്ങനെ SC ഇൻക്രീസ്, SC ഇൻക്രീസ് എന്നുള്ള രീതിയിലാണ്. അത് പറഞ്ഞുകൊണ്ട് ചെയ്യുകയാണെങ്കിൽ തെറ്റിപ്പോവില്ല. അപ്പോൾ ആ രീതിയിൽ തന്നെ ചെയ്ത് ആ റോ കംപ്ലീറ്റ് ചെയ്യുക. ഇനി അവിടെ എത്തി. ഇനി അത് അഴിച്ചു മാറ്റി അവിടെ ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്തു. വീണ്ടും അവിടെ മാർക്ക് ചെയ്ത് കൊടുത്തു. അടുത്ത റോ സ്റ്റാർട്ട് ചെയ്യാണ്. ഇനി അടുത്ത റോ 7 ആണ്. ഈ 7 ഇതിൽ ഫുള്ള്
ഇൻക്രീസ് ഇല്ല, എല്ലാത്തിലും സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യാം. അത് അടുത്തത് റോ 8ആണ്. ആ റോ 8ഉം സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് തന്നെ ചെയ്യാം ഫുള്ളായിട്ട്, അവിടെ ഇൻക്രീസ് ഒന്നുമില്ല. അപ്പോൾ അത്രയും കഴിഞ്ഞു. ഇനി റോ 9ആണ്. അതിൽ ഒരു ഡിക്രീസ് ചെയ്യണം, ഒരു സ്റ്റിച്ച്, അതായത് ഒരു ഡിക്രീസ് പിന്നെ 2 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് അങ്ങനെ. അപ്പം അടുത്ത സ്റ്റിച്ചിൽ ഡിക്രീസ് ചെയ്യാം. അതെങ്ങനെയാണെന്നുള്ളത് കാണിക്കാം. ഒരു സ്റ്റിച്ചിൻ്റെ ഉള്ളിലൂടെ ഹുക്ക് ഇൻസേർട്ട് ചെയ്തു, ലൂപ്പ് വലിച്ചെടുത്തു, അത് അവിടെ തന്നെ ഹോൾഡ് ചെയ്യുക. അടുത്ത സ്റ്റിച്ചിൻ്റെ ഉള്ളിലൂടെ വീണ്ടും ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് വീണ്ടും ലൂപ്പ് വലിച്ചെടുക്കാം. എന്നിട്ട് ഈ 3 ലൂപ്പിനെ ഒന്നിച്ചിട്ട് ഇങ്ങനെ യാണ് അതിൻ്റെ ഉള്ളിലൂടെ എടുക്കുക. ഇതാണ് ഡിക്രീസ്. ഇതിപ്പോൾ ഒന്ന് ചെയ്തു. ഇനി 2 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച്, ഓരോ സ്റ്റിച്ചിൽ ഓരോന്ന്. അപ്പോൾ ഒന്ന് ചെയ്യാം. അടുത്തത് സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ചാണ്. സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച്, ഇനിയും സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച്. അടുത്തത് ഡിക്രീസ് ചെയ്യുക, ഇനിയും സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച്, വീണ്ടും സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച്, ഇനി ഡിക്രീസ് ചെയ്യുക. അങ്ങനെ ഈ പാറ്റേണിൽ ഈ റോ കംപ്ലീറ്റ് ചെയ്യുക. ആ റോ കംപ്ലീറ്റ് ആയി. ഇനി അവിടെ മാർക്ക് ചെയ്തു. ഇനി അടുത്ത റോ തുടങ്ങാൻ പോവുകയാണ്, റോ 10. അപ്പോൾ അതിൽ ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് പിന്നെ ഡിക്രീസ്, ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് പിന്നെ ഡിക്രീസ്, ആ രീതിയിലാണ് വരുന്നത്. ഇപ്പോൾ ഡിക്രീസ് ചെയ്തു. ഇനി ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യാം. അടുത്ത ഡിക്രീസ് സ്റ്റിച്ചാണ് അടുത്തത്. ഈ രീതിയിൽ 10ാമത്തെ റോ കംപ്ലീറ്റ് ചെയ്ത് പോവാം. ഇനി ആ റോ കംപ്ലീറ്റ് ആയി. ഇനിയുള്ളത് റോ 11ആണ്. അത് ഫുള്ളായിട്ട് ഡിക്രീസ് ചെയ്യാനാണ്. അതായത് സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ഇല്ല, ഡിക്രീസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് ചെയ്യാം. അതിന് മുന്നായിട്ട് ആദ്യം 2-3 എണ്ണം ചെയ്യാം. ഇപ്പോൾ ഏകദേശം ഒരു സ്ട്രോബെറിൻ്റെ ഷേപ്പ് വന്നല്ലോ അല്ലേ. ഇനി ആ ഹോള് വല്ലാതെ ചെറുതായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചെറുതാവുന്നതിന് മുന്നേ നമുക്ക് അതിൽ ചെറിയൊരു പണിയും കൂടെ ഉണ്ട്, അത് നോക്കാം. അതിനൊരു വൈറ്റ് യാൺ എടുത്തിട്ട് ഒരു സൂചിയിൽ കോർത്തിട്ട് ഇങ്ങനെ ഉള്ളിലൂടെ എടുക്കുക. എന്നിട്ട് കുറച്ച് ഭാഗം അവിടെ വിടണം കേട്ടോ. എന്നിട്ടിങ്ങനെ തുന്നി കൊടുക്കുക. വല്ലാതെ ഡിസ്റ്റൻസിലല്ല, ചെറിയൊരു അകലത്തിൽ ഇങ്ങനെ കോർത്തെടുക്കുക. ഒരു വൈറ്റ് ഡോട്ട് പോലെ തോന്നാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഇങ്ങനെ ഈ രീതിയിൽ ചെയ്യാം. അപ്പോൾ ഇത്രയും ചെയ്തു. ഇനി സൂചി അതിൻ്റെ ഉള്ളിലൂടെ എടുത്ത് മേലോട്ട് കൊണ്ടുവന്നിട്ട് അവിടെ ഒരു കെട്ടിടണം. അപ്പം ഒന്ന് കെട്ടിട്ടിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഞാൻ കട്ട് ചെയ്യുക. ഇനി അതിൻ്റെ ഉള്ളിലേക്ക് ഫില്ല് ചെയ്യാൻ ഞാൻ എന്താ പറയുക, സ്പോഞ്ചോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെടുക്കുക. ഞാനിപ്പോൾ വേസ്റ്റ് ആയിട്ടുള്ള കുറച്ച് യാൺസ് തന്നെയാണ് എടുക്കുന്നത്.
എന്നിട്ട് ബാക്കിനി ഡിക്രീസ് സ്റ്റിച്ച് ചെയ്യാം. എന്നിട്ട് അത് കംപ്ലീറ്റ് ചെയ്യുക കേട്ടോ. അത് ആ ഹോള് ഫുള്ളാവുന്നത് വരെ ചെയ്ത ശേഷം ഒരു നോട്ട് ഇട്ടിട്ട് അത് കംപ്ലീറ്റ് ഒരു നോട്ട് ഇടുക. എന്നിട്ട് കട്ട് ചെയ്യുക. എന്നിട്ട് ഇനി ഒരു ലീഫിൻ്റെ ഭാഗം വേണം. അതിനായിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു മാജിക് റിങ് ഉണ്ടാക്കിയിട്ട് 6 ചെയിൻ സ്റ്റിച്ച് ഇടുക. 6 ചെയിൻ സ്റ്റിച്ച് ഇട്ടിട്ട് ആ സർക്കിൾ ജോയിൻ ചെയ്യണം. അതിനായിട്ട് ആ സ്റ്റിച്ച് ഫസ്റ്റ് ചെയ്ത സ്റ്റിച്ചിൻ്റെ ഉള്ളിലൂടെ ഹുക്ക് ഇൻസേർട്ട് ചെയ്ത് യാണ് അതിലൂടെ എടുത്തിട്ട് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തു. ഇനി ഒരു 6 ചെയിൻ സ്റ്റിച്ച് ഇടുക. 6 ചെയിൻ സ്റ്റിച്ച് ഇട്ടു. എന്നിട്ട് ആദ്യത്തെ ഹുക്കിൻ്റെ തൊട്ടടുത്തുള്ള ചെയിൻ വിട്ട് അടുത്ത ചെയിനിലൂടെ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാം. ആ ഹുക്കിൻ്റെ ഉള്ളിലൂടെ എടുക്കുക. അടുത്ത സ്റ്റിച്ചിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. അടുത്ത സ്റ്റിച്ചിൻ്റെ ഉള്ളിലൂടെ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഹാഫ് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യാം. അടുത്തയിലേക്ക് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. അടുത്തതിലേക്ക് ട്രിപ്പിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യാം. എന്നിട്ട് അതിൻ്റെ തൊട്ടടുത്തുള്ള സ്റ്റിച്ചിലേക്ക് തന്നെ, അതായത് ചെയിൻ സ്റ്റിച്ച് ഇട്ടതിൻ്റെ അടുത്തുള്ളതിലേക്ക് തന്നെ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് സ്ലിപ്പ് സ്റ്റിച്ചിട്ട് ജോയിൻ ചെയ്യാം. ഇനി ഇങ്ങനെ ഇതിപ്പോൾ ലീഫായി. ഇനി ഇങ്ങനെ ചുറ്റും ചെയ്യാം. റൗണ്ട് കംപ്ലീറ്റ് ആവും വരെ വീണ്ടും 6 ചെയിൻ സ്റ്റിച്ചിട്ട് വീണ്ടും സെയിം പ്രോസസ്സ് തന്നെ കേട്ടോ. അങ്ങനെ റൗണ്ട് കംപ്ലീറ്റ് ആക്കുക. അങ്ങനെ ഇത് കംപ്ലീറ്റ് ആയി. ഇനി ഒരു ഇങ്ങനെ ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കുറച്ച് എത്രയാണോ വേണ്ടത് വെച്ചാൽ അതിനനുസരിച്ച് ചെയിൻ സ്റ്റിച്ച് ഇടുക. ചെയിൻ സ്റ്റിച്ച് ഇട്ടിട്ട് അതിൻ്റെ തൊട്ടിപ്പുറത്തെ ഭാഗത്തേക്ക് ജോയിൻ ചെയ്യണം. ആ ചെയിൻ അതിലൂടെ എടുത്തിട്ട് അവിടെ ഒരു നോട്ട് ഇടുക. ഒരു ചെയിൻ സ്റ്റിച്ച് ഇട്ടിട്ടൊന്ന് ഇനി യാണ് കട്ട് ചെയ്യുക. കുറച്ച് നമുക്കിത് സ്റ്റിച്ച് ചെയ്യാണ്ടല്ലോ, അപ്പോൾ അതിനും കൂടെ കണക്കാക്കിയിട്ട് യാണ് കട്ട് ചെയ്തിട്ട് ഇനി അതിൽ സൂചി കോർക്കുക. എന്നിട്ട് സ്ട്രോബെറിയിലേക്ക് സ്റ്റിച്ച് ചെയ്യണം. സെൻറ്ററിലൂടെ അതെടുക്കുക. എന്നിട്ട് ആദ്യം സെൻറ്ററിൽ നിന്ന് തുടങ്ങുക. അതിലൂടെ കുത്തിയിട്ട് ഓരോ ലീഫിൻ്റെ ഉള്ളിലൂടെ കൊണ്ടുപോയിട്ട് ഇങ്ങനെ അതിനവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഓരോ ലീഫിൻ്റെ ഉള്ളിലൂടെയും കൊണ്ടുപോവുക, സ്റ്റിച്ച് ചെയ്യുക. ഈ രീതിയിൽ എല്ലാം ലീഫിനെയും കൂടെ അതിലേക്ക് ഗ്ലൂ ഗൺ വെച്ചിട്ട് ഒട്ടിക്കുകയാണെങ്കിൽ അതായാലും മതി കേട്ടോ. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെയും ചെയ്യാം. ലാസ്റ്റ് ഇങ്ങനെ ഉള്ളിലൂടെ എടുത്തിട്ട് പ്രസ് ചെയ്ത് പിടിച്ചിട്ടൊന്ന് ജസ്റ്റ് കട്ട് ചെയ്യുക, എന്നിട്ട് വിടുക. അപ്പോൾ റെഡിയായി. അപ്പോൾ ഇങ്ങനെയാണ് സ്ട്രോബെറി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം. നിങ്ങളെ റിലേറ്റീവ്സിനൊക്കെ ഇതുപോലത്തെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.